നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. NHSനോടുള്ള രോഗികളുടെ സംതൃപ്തി താഴ്ന്ന നിലയിലെത്തിയതായി സർവേ കണ്ടെത്തി. ബ്രിട്ടനിൽ പ്രധാനമായും A&D, GP, ഡെന്റൽ ഡോക്ടർ എന്നിവയാണ് NHSലെ ഏറ്റവും അസംതൃപ്തിക്ക് കാരണം. 2024 ബ്രിട്ടീഷ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ് സർവേയിൽ NHSന്റെ പ്രവർത്തനത്തിൽ 21% പേർ മാത്രമാണ് സംതൃപ്തരെന്ന് പറഞ്ഞത്. ഇത് 2019 70% നിന്ന് വൻ ഇടിവാണ്. 2019 ശേഷം സംതൃപ്തി കുത്തനെ കുറഞ്ഞു. കോവിഡ് മഹാമാരിക്ക് മുൻപ് 60% അതൃപ്തിക്ക് പ്രധാന കാരണങ്ങൾ നീണ്ട കാത്തിരിപ്പ് സമയവും ജീവനക്കാരുടെ കുറവുമാണ്. A&Dയിൽ 19% പേർ മാത്രമാണ് സംതൃപ്തർ. GP സേവനങ്ങളിൽ 31%, ഡെന്റൽ സേവനങ്ങളിൽ 20% ആളുകളുമാണ് സംതൃപ്തർ. ഡെന്റൽ ചികിത്സയിൽ 55% പേർ അസംതൃപ്തരാണ്. NHSന്റെ സൗജന്യ സേവനങ്ങൾക്ക് 91% പിന്തുണയുണ്ടെങ്കിലും സേവനങ്ങൾ ലഭിക്കാത്തതിൽ ആളുകൾ നിരാശരാണ്. 65 വയസ്സിന് മുകളിലുള്ളവരിൽ 27% സംതൃപ്തർ. എന്നാൽ 65-ന് താഴെയുള്ളവരിൽ ഇത് 19% മാത്രമാണ്. സേവനങ്ങൾ ലഭിക്കുമ്പോൾ 51% പേർക്ക് ഗുണനിലവാരത്തിൽ സംതൃപ്തിയുണ്ട്. പക്ഷേ പ്രവേശനം ബുദ്ധിമുട്ടാണെന്നതാണ് പ്രശ്നം. NHS താഴ്ന്ന നിലയിലാണെന്നും കാത്തിരിപ്പ് പട്ടിക, കോറിഡോർ ചികിത്സ, GP ലഭ്യതക്കുറവ് എന്നിവയാണ് പ്രശ്നങ്ങളെന്നും വെസ്റ്റ് റീറ്റിംഗ് പറഞ്ഞു. സർക്കാർ 26 ബില്യൺ പൗണ്ട് നിക്ഷേപവും 10 വർഷത്തെ പദ്ധതിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് NHSലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതായി സർവേ സൂചിപ്പിക്കുന്നു. യുക്മ നഴ്സസ് ഫോറം നോർത്ത് വെസ്റ്റ് റീജിയൻ ഇന്റർനാഷണൽ നഴ്സസ് ഡേ സംഘടിപ്പിക്കുന്നു. യുക്മ നോർത്ത് വെസ്റ്റ് റീജിയനിലുള്ള നഴ്സുമാർക്ക് വേണ്ടി യുക്മ നഴ്സസ് ഫോറം നോർത്ത് വെസ്റ്റ് റീജിയനും ലിവർപൂൾ മലയാളി കൾച്ചർ അസോസിയേഷനും സംയുക്തമായി മെയ് 10 നടത്തുന്ന ഇന്റർനാഷണൽ നഴ്സസ് ഡേയിലേക്ക് എല്ലാ നഴ്സുമാരെയും സ്വാഗതം ചെയ്യുന്നു. UK-യിലുള്ള മലയാളി നഴ്സുമാർക്ക് വേണ്ടി യുക്മ 2012 യുക്മ നഴ്സസ് ഫോറം സംഘടിപ്പിച്ചത്. UK-യിലെ മലയാളി നഴ്സുമാരുടെ ഉന്നമനത്തിനും അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കും മാർഗനിർദ്ദേശം നൽകുന്നതിനും കൂടാതെ സെമിനാറുകൾ, പരിശീലന ക്ലാസുകൾ, വർക്ക്ഷോപ്പുകൾ തുടങ്ങിയവയിലൂടെ കൂടുതൽ അറിവും വൈദഗ്ധ്യവും നൽകി അവരെ ശാക്തീകരിക്കുക എന്നിവയാണ് യുക്മ നഴ്സസ് ഫോറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഴ്സുമാർ സമൂഹത്തിന് ചെയ്യുന്ന വിലയേറിയ സേവനങ്ങളെ ഓർമ്മിക്കുവാനാണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ലോക നഴ്സസ് ദിനത്തിൽ നഴ്സിംഗിന്റെ ഒരു പ്രത്യേക വശം ഉയർത്തിക്കാട്ടുന്നതിന് വ്യത്യസ്തമായ തീം ഉണ്ടാകാറുണ്ട്. 2025 ലോക നഴ്സസ് ദിനത്തിലെ തീമാണ് നഴ്സുമാരുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം. സെമിനാറുകൾ, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, കൾച്ചറൽ പ്രോഗ്രാം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വിപുലമായ ആഘോഷങ്ങളാണ് യുക്മ നഴ്സസ് ഫോറം നോർത്ത് വെസ്റ്റ് റീജിയൻ ഇത്തവണ ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ലിവർപൂളിലെ അവർ ലേഡി ഓഫ് ദി അസംഷനിൽ നടക്കുന്ന നഴ്സസ് ഡേ ആഘോഷങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാണ് പങ്കെടുക്കുവാൻ സാധിക്കുക. മെയ് 10 രാവിലെ 9 മണിയോടുകൂടി രജിസ്ട്രേഷൻ ആരംഭിച്ച് വൈകിട്ട് 5 മണിയോടെ സമാപിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നത്. വിവിധ നഴ്സിംഗ് മേഖലകളിൽ നിന്നും പരിചയസമ്പന്നരായ സീനിയർ നഴ്സുമാർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, നോർത്ത് വെസ്റ്റിലെ NHSകളിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവർ തുടങ്ങി പ്രഗത്ഭരായവരുടെ ക്ലാസുകൾ, നഴ്സസ്മാരുടേതായ കലാപരിപാടികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഈ പരിപാടിയുടെ ഭാഗമാക്കാൻ മെഴ്സിസൈഡിലെയും UK-യിലെയും എല്ലാ നഴ്സുമാരെയും യുക്മ നഴ്സസ് ഫോറം നോർത്ത് വെസ്റ്റ് റീജിയൻ സ്വാഗതം ചെയ്യുന്നു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഭക്ഷണമുണ്ടായിരിക്കുന്നതാണ്. UK-യിലെ ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ ഒരു നോട്ടം. ബുധനാഴ്ചത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ബ്ലിറ്റ്സ് ആധിപത്യം പുലർത്തുന്നു. ടൈംസ്, ഇൻഡിപെൻഡൻസ്, പേപ്പർ എന്നിവ US പ്രസിഡന്റ് UK-യിൽ നിരവധി താരിഫുകൾ ചുമത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യാപാര അടിച്ചമർത്തലിൽ നിന്ന് UK ഒഴിവാക്കാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ സർക്കാർ നിരവധി സാമ്പത്തിക ഇളവുകൾ തയ്യാറാക്കുന്നുണ്ടെന്ന് ഡെയിലി ടെലിഗ്രാഫ് പറയുന്നു. US ടെക്നോളജി കമ്പനികൾക്ക് ഗണ്യമായ നികുതിയിളവ് നൽകുമെന്ന് ദി ഗാർഡിയൻ പറയുന്നു. അതേസമയം US താരിഫ് ആശങ്കകൾക്കിടയിൽ പാൻഡമിക്കിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിൽ നിക്ഷേപകർ സ്വർണ്ണ ഫണ്ടുകളിലേക്ക് നിക്ഷേപം നടത്തുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നു. താരിഫ് പ്രചാരണത്തിൽ 25,000 കാർ വ്യവസായ ജോലികൾ നഷ്ടപ്പെടുമെന്ന ആശങ്ക ഡെയിലി മിറർ പുറത്തുവിടുന്നു. കഴിഞ്ഞയാഴ്ച വസന്തകാല സാമ്പത്തിക പ്രസ്താവന നടത്തിയ ചാൻസലർ റേച്ചൽ റീവ്സിനെ താരിഫുകൾ പുതിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാമെന്ന് ഡെയിലി മെയിൽ മുന്നറിയിപ്പ് നൽകുന്നു. 10 സ്ത്രീകളെ മയക്കുമരുന്ന് നൽകി ബലാത്സംഗം ചെയ്തതിന് ശിക്ഷിക്കപ്പെട്ട ചൈനീസ് വിദ്യാർത്ഥിക്കെതിരെ ഡസൻ കണക്കിന് പേർ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ടെന്ന് ദി മെട്രോ വെളിപ്പെടുത്തുന്നു. സസെക്സ് ഡ്യൂക്കിനെതിരെ പീഡനക്കുറ്റം ആരോപിച്ച് ചാരിറ്റി മേധാവി ഹാരിയുടെയും ഭാര്യയുടെയും പിന്തുണക്കാരുടെ ഉപദ്രവത്തെ തുടർന്ന് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇല്ലാതാക്കിയതായി ദി സൺ എഴുതുന്നു. ഇതെല്ലാമായിരുന്നു ഇന്നത്തെ പ്രമുഖ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തകൾ. ഇനിയും മറ്റു വാർത്തകൾ നോക്കാം. ട്രംപിന്റെ പുതിയ താരിഫ് നിലവിൽ വരുന്നതിന് മുന്നോടിയായി ഏഷ്യൻ ഓഹരികൾ ഇടിഞ്ഞു.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഏഷ്യൻ വിപണികളിൽ ആശങ്കയുണ്ടാക്കി. ട്രംപ് പ്രഖ്യാപിച്ച റെസിപ്രോക്കൽ താരിഫ് ഇന്നു മുതൽ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% വരെ തീരുവ ഏർപ്പെടുത്തും. ഈ നയം ആഗോള വ്യാപാര യുദ്ധത്തിന് കാരണമാകുമെന്ന ഭയം നിക്ഷേപകരെ പ്രതിരോധത്തിലാക്കി. ജപ്പാനിലെ നിക്കി സൂചികയും ദക്ഷിണ കൊറിയയിലെ കോസ്പിയും 2% ഇടിഞ്ഞു. ടെക്നോളജി, ഓട്ടോമൊബൈൽ മേഖലകളിലെ ഓഹരികൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം. ട്രംപിന്റെ തീരുവ നയം അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ ആശ്രയിക്കുന്ന ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ചൈനയ്ക്കെതിരെ 20% തീരുവ ഇതിനകം നിലവിലുണ്ട്. ഇത് സെമി കണ്ടക്ടർ, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളെ തകർത്തേക്കാം. നിക്ഷേപകർ സുരക്ഷിത ആസ്തികളായ സ്വർണത്തിലേക്കും US ട്രഷറി ബോണ്ടുകളിലേക്കും തിരിഞ്ഞതോടെ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തി. ട്രംപിന്റെ നയങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. US ഓഹരി വിപണിയായ S&P 500 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നേട്ടങ്ങൾ നഷ്ടപ്പെട്ട് 3% ഇടിഞ്ഞു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം ഏഷ്യയിലെ എല്ലാ വിപണികളെയും ബാധിക്കുന്നു. ട്രംപിന്റെ വിശദീകരണം വ്യക്തത നൽകുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ. ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉടമകൾ 2025 യൂറോപ്പ് സന്ദർശിക്കുമ്പോൾ പുതിയ യാത്രാ നിയമങ്ങൾ ബാധകമാകും. പുതിയ നിയമങ്ങൾ അവധിക്കാല യാത്രക്കാർക്ക് അപ്രതീക്ഷിത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ആശങ്ക. ബ്രെക്സിറ്റിന് ശേഷമുള്ള പാസ്പോർട്ട് നിയമങ്ങൾ പല യാത്രക്കാരെയും ബാധിക്കുന്നു, പ്രത്യേകിച്ച് പാസ്പോർട്ടിന്റെ കാലാവധി മാത്രം പരിശോധിക്കുന്നവരെ. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള യാത്രയ്ക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടുകൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നൽകപ്പെട്ടതും കുറഞ്ഞത് 3 മാസത്തെ സാധുത ബാക്കിയുള്ളതുമായിരിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഒരു പാസ്പോർട്ട് 2025 ഓഗസ്റ്റ് കാലാവധി അവസാനിക്കുന്നതാണെങ്കിലും അത് 2014 ഡിസംബർ നൽകിയതാണെങ്കിൽ പുതിയ നിയമങ്ങൾ പ്രകാരം അത് ഇപ്പോൾ സാധുവല്ല എന്നാണ് ഫസ്റ്റ് മൂവ് ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടർ മൈക്ക് ഹാർവി പറയുന്നത്. ഇത് പല യാത്രക്കാർക്കും അവരുടെ യാത്രാ പദ്ധതികളിൽ തടസ്സം സൃഷ്ടിച്ചേക്കാം. കൂടാതെ ഏപ്രിൽ 10 മുതൽ പാസ്പോർട്ട് പുതുക്കൽ ചെലവ് 7% വർദ്ധിക്കുന്നതിനാൽ മുൻകൂട്ടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മാറ്റങ്ങൾ ബ്രിട്ടീഷ് യാത്രക്കാർക്ക് യൂറോപ്പിലേക്കുള്ള യാത്രകൾ കൂടുതൽ സങ്കീർണം ആക്കുന്നു. പാസ്പോർട്ട് വാലിഡിറ്റി ഇല്ലെങ്കിൽ വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യതയും ഉയർന്നേക്കാം. സമ്മർ അവധിക്കാലത്ത് പാസ്പോർട്ട് പുതുക്കലിന് സാധാരണ 3 ആഴ്ച എടുക്കുമെങ്കിലും തിരക്കേറിയ സമയങ്ങളിൽ ഇത് കൂടുതൽ വൈകാം. അതിനാൽ യാത്രക്കാർ മുൻകൂർ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ ഉപദേശിക്കുന്നു. ഈ പുതിയ നിയമങ്ങൾ അവഗണിച്ചാൽ യാത്രാ ഗേറ്റുകൾ തിരസ്കരിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. 2006 ജനുവരി 1 അതിനുശേഷമോ ഇഷ്യൂ ചെയ്ത ഒരു UK പാസ്പോർട്ട് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ പല അടിയന്തര യാത്രകൾക്കും തടസ്സങ്ങൾ നേരിട്ടേക്കാം. ഇംഗ്ലണ്ടിൽ പുതിയ പാഠ്യപദ്ധതി നിലവിൽ വരും. ഇന്റർനെറ്റും സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗവും മൂലം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ടുകൾ നിരന്തരം പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികളെ ഓൺലൈൻ തട്ടിപ്പുകളിലും മറ്റ് അപകട സാധ്യതകളെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിനുള്ള പാഠ്യപദ്ധതി നടപ്പിലാക്കുന്ന തീരുമാനം സർക്കാർ കൈക്കൊണ്ടു. കുട്ടികൾ പണം ഓൺലൈനിൽ ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8 വയസ്സുകാരിയായ പെൺകുട്ടി 90 ദിവസങ്ങളിലായി 8500 പൗണ്ടിലധികം ഓൺലൈനിൽ ചിലവഴിച്ചത് പണം നഷ്ടപ്പെടുമെന്ന് അറിയാതെയാണെന്ന വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മലയാളി നഴ്സ് UK-യിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് UK-യിൽ നഴ്സായ മലയാളി യുവാവ് അന്തരിച്ചു. കുറവിലങ്ങാട് കാപ്പന്തല സ്വദേശി ജെബിൻ സെബാസ്റ്റ്യനാണ് അന്തരിച്ചത്. മാഞ്ചസ്റ്ററിലെ വിതിൻ ഷോയിൽ കുടുംബമായി താമസിച്ചു വരികയായിരുന്നു. പുലർച്ചെ 3 മണിക്ക് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ഉടൻ തന്നെ വിതിൻ ഷോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ വിതിൻ ഷോ ആശുപത്രിയിൽ കാർഡിയാക് തിയേറ്റർ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. 4 വർഷം മുൻപാണ് ജെബിൻ UK-യിലെത്തിയത്. 10 വയസ്സും 3.5 വയസ്സും 7 മാസവും പ്രായമുള്ള 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. ജെബിന്റെ മരണവിവരം അറിഞ്ഞ് ഫാദർ ജോസ് കുന്നംപുറം അടക്കമുള്ള മലയാളി സമൂഹം എല്ലാവിധ സഹായങ്ങളുമായി ആശുപത്രിയിലുണ്ട്. സംസ്കാരം പിന്നീട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.